ഞാൻ എൻ്റെ കഴിഞ്ഞ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വളരെ ഭംഗിയാണെന്നുള്ളത്. അപ്പോൾ അതിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് മൊഗല്ലു എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ മൊഗല്ലു ഗ്രാമത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ RRR എന്ന് പറയുന്ന രാം ചരണിൻ്റെ മൂവിയിൽ ആള് പ്ലേ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അല്ലൂരി സീതാരാമരാജു. ആ അല്ലൂരി സീതാരാമരാജുവിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഈ മൊഗല്ലു എന്ന് പറയുന്ന ഗ്രാമമാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് നമുക്കൊന്നൊരു ചെറിയ യാത്ര പോകാം. ആ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ അങ്ങനെ വ്ളോഗിങ് ടൂൾസ് ഒന്നുമില്ല. അത് കാരണം എൻ്റെ മൊബൈൽ വെച്ച് ഞാൻ ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കേരള മോഡൽ തന്നെയാണ് ഈ ഒരു റോഡുകളും കാര്യങ്ങളൊക്കെ. അതേ കണ്ടില്ലേ, ചെറിയ കടകൾ കണ്ടില്ലേ, അതുപോലെ വിൽക്കാനായിട്ട് പച്ചക്കണതൊക്കെ. ഇതേപോലെ കണ്ടില്ലേ, ചുറ്റും തെങ്ങും തോപ്പുകളൊക്കെ ആയിട്ട്. ഒരുപക്ഷെ കേരളത്തിലേലും മനോഹരമായിട്ടുള്ള തെങ്ങും തോപ്പുകൾ ഉള്ളത് ഇപ്പോൾ ആന്ധ്രയിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് ഞാനിവിടെ പോണ വഴിക്ക് കണ്ടതാട്ടാ. അവിടെ കംപ്ലീറ്റ് ചെമ്മീൻ കൃഷി ചെയ്യുന്നതാണ് ആ കാണുന്നതൊക്കെ. ആ കിടന്ന് കറങ്ങുന്ന എയറേറ്റേഴ്സാണ്. ചെമ്മീന് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എയറേറ്റേഴ്സ് കിടങ്ങുന്നതാണ്. ഇതിവിടെ റോഡ് സൈഡിൽ തന്നെയുള്ള വെണ്ടയ്ക്ക കച്ചവടം ചെയ്യുന്ന ഒരു കടയാണ്. നല്ല ഫ്രഷ് വെണ്ടയ്ക്ക. ഇത് കിലോയ്ക്ക് 50 രൂപ എന്ന് പറഞ്ഞത്. ഇത് കിലോ 40 രൂപ. ഇത് ഒരു കായ്ക്ക് ചുരക്ക ഒരു കായ്ക്ക് 40 രൂപ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ കൃഷിത്തോട്ടം ഉണ്ട് കേട്ടോ. ഏതാ ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്ന വെണ്ടയ്ക്ക കംപ്ലീറ്റ് ഫ്രഷായിട്ട് ഇവിടെ തന്നെ അവരിട്ട് വിൽക്കുന്നു. ഇത് കംപ്ലീറ്റ് ഇഷ്ടിക കളങ്ങളാണ്. കാരണം ഇവിടെ റോ മെറ്റീരിയൽ കിട്ടാണ്ടല്ലോ. നല്ല കളിയുള്ള മണ്ണും കിട്ടും, അതേപോലെ തന്നെ മണലും കിട്ടും. ഗോദാവരിയിൽ മണൽ ആവശ്യത്തിലധികം ഉണ്ടല്ലോ. ഇത് നേരെ പോകുന്നത് തണുക്കു എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റിയിലേക്കാണ്. തണുക്കു ഇതേപോലെ തന്നെ ഒരു കാർഷിക ഒരു സിറ്റിയാണ്. ഒരു നവംബർ തൊട്ട് ഫെബ്രുവരി വരെ നല്ല ക്ലൈമറ്റ് ആണ്. മാക്സിമം ടെമ്പറേച്ചർ ഒക്കെ ഒരു 22 അതിന് വിട്ട് പോവില്ല. ആ സമയത്ത് ഈ ഒരു തെങ്ങും തോപ്പുകളുടെ ഇടയിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകാനായിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ മൊഗല്ലു എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയിട്ട. ഈ ഒരു ഗ്രാമത്തിൽ ഉള്ള ഒരു അമ്പലമാണിത്. ഇതാണ് അല്ലൂരി സീതാരാമരാജുകാരുവിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഒരു അമ്പലം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്മാരകം പോലെയുള്ള ഒരു സംഭവം. നമ്മുടെ പ്രഭാസിൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് പ്രഭാസിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ക്ഷത്രിയ കമ്മ്യൂണിറ്റിയാണ് അവർ വച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ്. അത് കണ്ടില്ലേ, 1985 ആ ഒരു സമയത്ത് പണിതാണിത്. ഒരു ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ. ഇത് ഹനുമാൻ സ്വാമിയുടെ ഒരു അമ്പലമാണ്. പിന്നെ ഇവിടെ വലിയൊരു പഞ്ചായത്ത് കുളമുണ്ട്. ഇവിടെ മിക്ക പഞ്ചായത്തിലും മിക്ക വില്ലേജിലും വലിയ കുളങ്ങളുണ്ടാവും. ഇതേപോലെ ഒരു വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. വേനൽക്കാലമാകുമ്പോൾ അതിലെ വെള്ളം എടുത്തിട്ട് അവർ ട്രീറ്റ് ചെയ്തിട്ടാണ് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്യുക. കണ്ടില്ലേ, ഇവിടുത്തെ ഈ ഒരു ഗ്രാമത്തിലെ കംപ്ലീറ്റ് പഴയ മോഡല് ആന്ധ്ര വീടുകളാണ്. ഇതൊക്കെ ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രിസർവ് ചെയ്യുന്നതാണോ ഇനി പുതിയത് പണിയാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ചെറിയ ആൽത്തറകളും കാണാം ഇവിടെ. ഈ ഒരു ആൽത്തറയുടെ അവിടെയാണ് നമ്മുടെ അല്ലൂരി സീതാരാമരാജുവിൻ്റെ പുതിയൊരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് പുതിയതായിട്ട് പണിതിട്ടുള്ള ഒരു സ്മാരകമാണ്. പണിത് കഴിഞ്ഞിട്ടില്ല. അത് അല്ലൂരി സീതാരാമരാജുകാരു. ഇവിടെ ഒരു വലിയൊരു ഡ്രോയിങ് ഒക്കെ ഉണ്ട്. പണിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ഫംഗ്ഷനായിട്ടായിരിക്കും മിക്കവാറും വയ്ക്കുക. കാരണം അയാളൊരു ഐക്കോണിക് ഫിഗറാണ്. ഇത് മുന്നേ ഇവിടെ ഈ ഒരു ടൗണിൽ അല്ലൂരി സീതാരാമരാജുവിൻ്റെ പ്രതിമ വച്ചതൊക്കെ അത് ഉദ്ഘാടനം ചെയ്തതൊക്കെ പ്രൈം മിനിസ്റ്ററാണ്, നരേന്ദ്രമോദിയാണ്. അപ്പം ഇതിൻ്റെ പണി കഴിയുമ്പോൾ മിക്കവാറും CM ഡെപ്യൂട്ടി CM ഒക്കെ വരുമായിരിക്കും. ഏതായാലും പ്രധാനപ്പെട്ട ഈ ഒരു ഗ്രാമത്തിലെ കാഴ്ച എന്ന് പറയുന്നത് അതാണ്. അല്ലൂരി സീതാരാമരാജുവിൻ്റെ ആ ഒരു 2 സ്മാരകങ്ങളാണ്. പിന്നെ ഇതേപോലെയുള്ള പഴയ ആന്ധ്ര വീടുകൾ കാണാം. പിന്നെ ഇവിടുത്തെ ചില സ്ട്രീറ്റ് ഫുഡ്സ് അതൊക്കെ കാണാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പഴയ ആ ഒരു വീടുകൾ. ഈ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൽ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും നോക്കും.
ഇങ്ങനെ ഒരു ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പത്ത് എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പറ്റിയൊരു ഇതായാലും. ഇത് നമ്മളിപ്പോൾ ആ ഒരു ചെറിയ ടൗണിലേക്ക് എത്തി. ഈ ഒരു ടൗണാണ് മൊഗല്ലു എന്ന് പറയുന്ന ടൗൺ. ഈ ടൗണിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമ്മുടെ ദേവരയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര ഫാൻ ബേസ് ആട്ടാ. ഇത് അയ്യപ്പന്മാർ ഇവിടെ ശബരിമലയ്ക്ക് പോണേലൊന്ന് ഇത് ഇവിടുത്തെ അവരുടെ ഒരു ശീലാണിത്. ഇങ്ങനെ കംപ്ലീറ്റ് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ടാവും. എല്ലാ നാട്ടുകാർ കംപ്ലീറ്റ് പോകണത് കംപ്ലീറ്റ് ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് അവരെ പിറന്നാളായാലും ഇതേപോലെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കും. ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ഭയങ്കര കളർഫുള്ളാണ്. നമ്മുടെ അവിടുത്തെ പോലെയല്ല. നമ്മളിപ്പോഴേ മറ്റേ ആ ഒരു ടൗണിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു കുറച്ചുകൂടി ഉള്ളിലത്തെ ഏരിയയിലേക്ക് ഇറങ്ങി. ഉള്ളേരിയകളിലൊക്കെ പോയി കഴിഞ്ഞുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇത് മഞ്ചിലി എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കുള്ള വഴിയാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളമൊന്നും ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ല പോലെ നാളികേരം ഉണ്ടാവും. കാരണം ഈ ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയും പിന്നെ മണ്ണിലെ ആവശ്യത്തിൽ ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തെങ്ങുകൾക്ക് നല്ല ഒരു വളമാണല്ലോ. ഈ ഒരു ഗ്രാമത്തില് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെമ്മീൻ കൃഷി കേട്ടോ. ഇവിടെ നമ്മളേ ആന്ധ്രയുടെ ഈ ഒരു ഭീമാവാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത, എവിടെ നോക്കിയാലും ചെമ്മീൻ കൃഷിയാണ്. ഇത് കണ്ട ഇവിടെ ഇങ്ങനത്തെ കുളങ്ങളിലാണ് ഇവർ ചെമ്മീൻ കൃഷി ചെയ്യുന്നത്. റോഡ് സൈഡിൽ ചുറ്റിനും തെങ്ങായിരിക്കും, അതിന് നടുക്കായിരിക്കും ചെമ്മീൻ കൃഷി ഉണ്ടാക്കുക. ഇവര് കണ്ട ഇതൊക്കെ ചെമ്മീൻ കൃഷി ചെയ്യുന്ന കുളങ്ങളാണ്. ഇവിടെ കംപ്ലീറ്റ് റോഡ് സൈഡിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഇത് താമസിക്കാനും അതിന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഷെഡും കാര്യങ്ങളൊക്കെയാണ്. ഇത് എരുമകളുടെ തൊഴുത്തൊക്കെ ഇതുപോലെ റോഡ് സൈഡിലുണ്ടാവും. കണ്ട ഇതൊക്കെ ചെമ്മീൻ കൃഷി ചെയ്യുന്ന കുളങ്ങളാണ്. റോഡ് സൈഡിൽ അവിടെയും അപ്പുറത്തിപ്പുറത്തൊക്കെ കംപ്ലീറ്റ് ചെമ്മീൻ കൃഷിയാണ്. ഇവിടെയും ഒരു കുളം കാണാം. നിങ്ങൾക്ക് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല ചെമ്മീൻ കൃഷിയുടെ. എൻ്റെ അറിവിലേ ഈ ഒരു ജില്ലയിൽ മാത്രമായിട്ട് ഏകദേശം 1,00,000 ഏക്കറിൽ ചെമ്മീൻ കൃഷി നടക്കുന്നുണ്ട്. 1,00,000 ഏക്കറിൽ കേട്ടോ. കേരളത്തിൽ എൻ്റെ അറിവിൽ അത് ഒരു 100 ഏക്കറോ 150 ഏക്കർ മൊത്തം കേരളത്തിൽ അത്രേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു കർഷകന് തന്നെ 100 ഏക്കറുള്ള കർഷകരൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ എവിടേക്ക് ക്യാമറ തിരിച്ചാലും അവിടെ ചെമ്മീൻ കൃഷി ചെയ്യുന്ന കുളങ്ങളാണ്. ഇത് നെല്ല് കൃഷി ചെയ്തിട്ട് കൂട്ടിയിട്ടാണ് അവിടെ. ഇവിടെ ഇപ്പം നെല്ല് കംപ്ലീറ്റ് ഹാർവെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ അരിയാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്നത്. ഇതൊരു ഫാം ഹൗസ് പോലെയുള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ ആയിരിക്കും ഈ കൊയ്ത്തിന് വരുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നതൊക്കെ. ഇവിടുത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുറ്റമൊക്കെ വെടുപ്പാക്കിയിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ പോലെ പുട്ടുപൊടി കൊണ്ട് കോലം വരച്ച് വെച്ചിട്ടുണ്ടാകും. അതൊരു നല്ലൊരു ഐശ്വര്യമാണ് കാണാനായിട്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ആന്ധ്രാപ്രദേശിലെ. കാരണം ഇവിടെ റെയിൽപാളം പോകുന്നുണ്ട് കണ്ടോ. ആ റെയിൽപാളത്തിൽ കൂടെ ട്രെയിൻ വരുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഇപ്പം അവിടെ സിഗ്നലായിട്ടാ. ഏതായാലും നമുക്ക് ട്രെയിൻ വരുന്ന കാണാനായിട്ട് ഭാഗ്യമുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ ഈ റൂട്ടിൽ കൂടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് എപ്പോൾ കണ്ടാലും നമ്മുടെ സല്ലാപം സിനിമ ഓർമ്മ വരും. അതിൽ ആ പാട്ടുകളൊക്കെ ഓർമ്മ വരും. ഇത് ഗുഡ്സ് ട്രെയിനാണ്. പക്ഷേ ഈ ഒരു കാഴ്ച വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ട്രെയിൻ വരുന്നത് നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം അതെനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായി. കേട്ടോ നല്ല രസമല്ലേ ആ ഒരു ട്രെയിനിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇവിടുത്തെ ആ ഒരു വഴിയും ആ ഒരു വഴിയുടെ ഒക്കെ ഒരു ബ്യൂട്ടി നോക്കൂ. ഒപ്പം തന്നെ ഇവിടെ നമ്മുടെ നെല്ലൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് കൂട്ടിയിട്ട് വെക്കുന്നതാണ്. ഇവിടെ കംപ്ലീറ്റ് അവർ പണിക്കാരുണ്ട്. അവർ നെല്ല് ഹാർവെസ്റ്റ് ചെയ്തേക്കാണ്. ഇതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേണ്ട ഇവിടെയൊക്കെ കോലം വരച്ചു വേണം. പോര് കോഴിയുടെ ബിസിനസ് ഉണ്ട് കേട്ടോ. ഒരു കോഴിക്ക് 3000 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. റോഡ് സൈഡിലാണ് അവർ കെട്ടിക്കുക. ഇതൊക്കെ ഇനി പൊങ്കൽ വരാൻ പോവുക ജനുവരിയിൽ. അപ്പോൾ ആ പൊങ്കൽ സമയത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോര് കോഴികളാണ് ഇതൊക്കെ. ഇത് 3000 രൂപയേ ഉള്ളൂ. പക്ഷേ
ഞാനിവിടെ 5 ലക്ഷത്തിൻ്റെ പോര് കോഴികളെ വരെ കണ്ടിട്ടുണ്ട്. ഇതത്ര കോസ്റ്റ്ലി അല്ല. ആള് കുറച്ചും കൂടി ഫിയർലെസ് ആണ്. വേണ്ട ഇവര് കുറച്ച് പേടിയുണ്ട്. എന്നാലും ചില കോഴികളുണ്ട് ഭയങ്കര ഫൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ളവർക്ക് നമ്മളടുത്ത് ചെന്ന് നിന്നാലും അവർക്കൊരു പേടിയുണ്ടാവില്ല. കംപ്ലീറ്റ് കൊയ്ത്തൊക്കെ കഴിഞ്ഞു ഈ ഏരിയയിൽ. ചില ഏരിയയിൽ ഇനിയും കഴിയാനുണ്ട്. ഇവിടെയൊക്കെ നെല്ല് കൂട്ടിയിട്ടുണ്ട്. അത് എരുമകൾക്കൊക്കെ ഉള്ള ഒരു ഷെഡാണ് ആ കാണുന്നത്. വേണ്ട ഇപ്പുറത്തെ ഏക്കർ കണക്കിന് പാടങ്ങളാണ്. ഇവിടെ നെല്ലിൻ്റെ പണികളൊക്കെ ഇനിയിപ്പോൾ അത് ഉണക്കണമല്ലോ. അതിലെ ഈർപ്പം മുഴുവൻ കളഞ്ഞിട്ട് വേണ്ടത് പാക്ക് ചെയ്യാനായിട്ട്. അവിടെ എന്തോ പരിപാടി നടക്കണ്ടല്ലോ. ഇതിവിടെ ഗ്രാമത്തിലൊരു അമ്പലമാണ് കേട്ടോ. അവിടെ എന്തോ കൊട്ടൊക്കെ നടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. നമ്മുടെ നാട്ടിലെ ചെണ്ടമേളം പോലെ ഇവിടെ അവർക്ക് ഈ ബാൻഡ് സെറ്റൊക്കെ വെച്ചിട്ട് ചെറിയ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വില്ലേജുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന കാഴ്ചയാണ് ഇതേപോലെ വലിയൊരു പേരാലുണ്ടാവും. എല്ലാ ഗ്രാമത്തിലും വലിയൊരു പേരാലുണ്ടാവും. അതിനോട് ചേർന്നൊരു ചെറിയൊരു തൊഴുത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു പേരാലിൻ്റെ ഭംഗി തന്നെ ഞാൻ എല്ലാ ആന്ധ്രയിലെ ഗ്രാമങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇത് ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 100-200 വർഷം പഴക്കമുണ്ടാവും ഒരു മരത്തിന് തന്നെ. ഈ ഗ്രാമത്തിലെ ചെറിയൊരു കവലയാണ്. ഞാൻ പലപ്പോഴും വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ ആൽത്തറയിലൊക്കെ നിറച്ച ആൾക്കാരൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട്. എൻ്റെ വീട്ടിലെ അമ്പലത്തിലൊക്കെ ഉണ്ട്. ഇത് പിന്നെ ആന്ധ്രാപ്രദേശ് APSRTC ആണത്. ആ കാണുന്നതൊക്കെ ഇറച്ചിക്കോഴികളുടെ ഫാമാണ് കേട്ടോ. ഇത് ഇറച്ചിക്കോഴി കൃഷിയുടെയും ഒരു ഹബ്ബാണ്. കാരണം ഈ ഇറച്ചിക്കോഴിക്ക് കൊടുക്കുന്ന തീറ്റയിൽ പ്രധാനപ്പെട്ട തീറ്റയായിട്ടുള്ള നമ്മുടെ തവിട്, അത് അവർക്ക് ഇവിടെ ഹാർവെസ്റ്റ് കഴിഞ്ഞ് അരി കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിലധികം തവിട് കിട്ടും. പിന്നെ ഇത്തരത്തിൽ വിശാലമായിട്ടുള്ള പാടങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യും ഇങ്ങനെ കോഴിക്കൃഷിയൊക്കെ എത്ര വ്യാപകമായിട്ട് അടുത്ത് ജനവാസമുള്ള സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തീരില്ല. ഈ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ നെല്ലും പനയും തെങ്ങും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രാമങ്ങളിലെ കാഴ്ചകൾ. അത് കാണിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമങ്ങളൊക്കെ ഞാൻ ഇനിയും വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം വീഡിയോ വ്ളോഗ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ആൾക്കാർക്ക് ബോറടിക്കാതെ നമ്മൾ ടോപ്പിക്സ് സംസാരിക്കുക, നല്ല കാഴ്ചകൾ കാണിക്കുക, അത് വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അതൊരു ആർട്ടാണ്. അത് ചെയ്യുന്ന വ്ളോഗേഴ്സിനെ, സക്സസ്ഫുൾ ആയിട്ടുള്ള വ്ളോഗേഴ്സിനെ സമ്മതിച്ചേ പറ്റൂ. നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ അത് മനസ്സിലായത്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രഭാസിൻ്റെ ഗ്രാമമായിട്ടുള്ള മൊഗൽത്തുരു ആയിരിക്കും. അതായിരിക്കും കുറച്ചുകൂടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.